ആൽമി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു പെരാസ്റ്റോളിലേക്ക് പോവാണ്. അപ്പം അതിനുള്ള ഒരു ഗെറ്റ് റെഡി വിത്മിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഒരു ബാഗി പാൻറ്, ഒരു ഡ്രസ്സ്, ഒരു ഉടുപ്പുമാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പം നമ്മൾ ഇനി ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് നമ്മുടെ ഫൗണ്ടേഷനാണ്. നമുക്ക് ഫൗണ്ടേഷൻ ഇടാവേ. അത് ഞാനൊരു തുള്ളി കുറച്ച് ഫൗണ്ടേഷൻ കയ്യിലെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഫെയർ ലവ്ലി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. ഫെയർ ലവ്ലി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇച്ചിരി ഫെയർ ലവ്ലി എടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്യും. ഞാൻ ഫെയർ ലവ്ലി ഒന്നും അധികം ഇടാറില്ല. ഉമ്മച്ചി കണ്ടു കഴിഞ്ഞ് വഴക്കുറി. ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇട്ടതാണ്. നമുക്ക് എന്നിട്ട് മുഖത്ത് ഡോട്ടായിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തു. അപ്പം ഇത് ഞാൻ ഡോട്ടായിട്ടിട്ട ഇതെല്ലാം ബ്ലെൻഡ് ചെയ്ത് നല്ലോണം ഫേസിൽ അപ്ലൈ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇടുന്നത് കുറച്ച് പൗഡറാണ്. ശരി എടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ നല്ലപോലെ ഇട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടത്ര ഇടുക. എനിക്കിത് ഇപ്പം ഞാൻ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താന്ന് നോക്കാം. നെക്സ്റ്റ് ഞാൻ കണ്ണ് എഴുതാൻ പോവാണ്. കണ്ണ് നല്ല ഡാർക്ക് ലൈറ്റ് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഞാൻ എഴുതും. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ കാജലാണ്. ഐക്കോണിക് കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല സംഭവം, നല്ല ഡാർക്ക് കളറാണ്. നമുക്കിത് എഴുതിയിട്ട് കാണാം. ഇപ്പം ഞാൻ ദേ കണ്ണിൻ്റെ അകം എഴുതിയിട്ടുണ്ട്. ഇച്ചിരി അല്പം ഡാർക്കായിട്ടാണ് എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് ഉമ്മീനെ കൊണ്ട് മുടി കെട്ടിക്കണം ഗൈസ്. നമുക്കൊരു മുടി കെട്ടാം. അപ്പം അത് ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഇടുന്നത്, ഞാൻ മുടിയൊക്കെ കിട്ടിയത് ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഞാനപ്പം ഈ കമ്മലാണ് ഞാൻ ഇടുന്നത്. ഞാൻ കമ്മൽ ഇട്ടിട്ടില്ല. ഈ ഒരു കമ്മലാണ് ഇതിൻ്റെ കൂടെ മാച്ച്ഡ് ആയിട്ടുള്ള കമ്മലാണ്. അപ്പം ഇതിൻ്റെ കൂടെ മാച്ചായിട്ടുള്ള കമ്മലാണ്. അപ്പം ഞാൻ ഇത് ഇട്ടിട്ട് കാണാം. ഗൈസ്, നമ്മുടെ അമ്മിമോള് നേരത്തെ ഒരുങ്ങി നിൽപ്പുണ്ട്. അവൾ സെറ്റായിട്ടിരിക്കുകയാണ്. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നെക്സ്റ്റ് ഐലൈനർ എഴുതാൻ പോക്കാണ്. നമുക്ക് ഐലൈനർ എഴുതിയിട്ട് കാണാം. അപ്പം ഞാൻ ഐലൈനർ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് എഴുതാൻ പോകുന്ന മാലയെന്ന് കാണിക്കാം. ഇത് റോസ് ഗോൾഡിൻ്റെ ഒരു മാലയാണ്. ഉമ്മ എപ്പോഴും ഇങ്ങനെ തന്നെ പറയും. കുറച്ച് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ പോയി നിന്ന് എന്നെ കാത്തു നിൽക്കില്ല. എന്നെ കൊണ്ടുപോകാൻ പോകത്തില്ലല്ലോ. അതേ, ഞാൻ ഈ മാലയാണ് ഇടുന്നത്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഒരു സംഭവം ഇതിടുന്നുണ്ട്. കീ ചെയിൻ പോലത്തെ ഒരു സംഭവം. ഇതാണ് ഞാൻ ഇടുന്നത്. നമുക്ക് ഇത് രണ്ടും ഇട്ടിട്ട് കാണാം. അപ്പം നമ്മൾ ഇത് ആമിയുടെ ബ്രേസ്ലെറ്റ്. ആമി കൈ എനിക്ക് ഞാൻ കാണിച്ചത്. ബാ, ഏത് കയ്യിലേക്ക് കൈയാണ്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം ഞാനും ആമിയും ഈ സംഭവം ഇട്ടിട്ട് ഞാനും ആമിയും ഈ ബ്രേസ്ലെറ്റ് ഇട്ടിട്ട് കാണാം. അപ്പം അതേ ഞങ്ങൾ രണ്ടുപേരും ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ മോതിരം ഇട്ടു. ഞാനും മോതിരം ഇട്ടിട്ടുണ്ട്. പൈസൊക്കെ ഇട്ടു. ഇനി നമുക്ക് അടുത്ത് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് പറയുന്നത്. അപ്പം ആമിക്കുട്ടൂൻ്റെ ഫൈനൽ ലുക്ക്. ആമിക്കും ഉണ്ട് കേട്ടോ റോസ് ഗോൾഡിൻ്റെ മാല. ലവ് ഷീറ്റ് അല്ല, ഞാൻ ലവ് അല്ല മേടിച്ചത് ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഫൈനൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ